എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്കൊരു സൗകര്യം ചെയ്യാൻ പറ്റി. ദൈവമായിട്ട് നമ്മൾ അങ്ങനെ സാധിച്ചു. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരാൾക്ക് പാട്ട് കേൾക്കണമെന്നോ പാട്ട് കേൾക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്താ പറയുക, അപ്പൊ തന്നെ ഒരു മൂഡ് മാറുന്ന സംഭവമല്ലേ. നമ്മൾ അങ്ങനെയല്ല, സെയിം ടേസ്റ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് എല്ലായിടത്തും പോകുന്നത്. അതിപ്പോ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയാൽ എല്ലാവരും ഒരു സ്ഥലത്ത്, ഒരു സലൂണിൽ പോയാൽ എല്ലാവരും ഒരുമിച്ച സലൂൺ. നമുക്ക് അന്ന് സലൂൺ അല്ലല്ലോ, മുടി വെട്ടുന്ന കട. മുടി വെട്ടുന്ന കടയിൽ പോയ ബാർബർ ഷോപ്പ്, മുടി വെട്ടുന്ന കട. മുടി വെട്ടാൻ പോയാൽ നമ്മൾ എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം ഒരാളെ ഒറ്റയ്ക്ക് കാണുമ്പോഴല്ലോ, ആ ഫ്രണ്ട്സിന്റെ കൂടെ കാണുമ്പോഴാണ് അയാളുടെ റിയൽ സ്വഭാവം ഒരാൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ താര കല്യാൺ ഡാൻസ് അക്കാഡമിയിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ ഇത്രയും ഫ്രണ്ട്സിനെ കൊണ്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ സൗഭാഗ്യം ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ള സൗഭാഗ്യം വളരെ കുഞ്ഞിലെ തന്നെ സൗഭാഗ്യം കാണാൻ പറ്റി. എനിക്ക് സൗഭാഗ്യം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റി.